ചേച്ചി എത്ര നേരമായി ഇത്? ഞാൻ നിനക്ക് വേണ്ടി എത്ര സമയം വെയിറ്റ് ചെയ്തെന്നറിയോ? നിന്നോട് വെയിറ്റ് ചെയ്തിരിക്കാൻ ഞാൻ പറഞ്ഞോ? ഫോണിൽ വിളിച്ച് പറഞ്ഞതല്ലേ ലഗേജ് ഒക്കെ പാക്ക് ചെയ്യാൻ? പറഞ്ഞിരുന്നു ചേച്ചി. തുണിയൊക്കെ മടക്കി വെച്ചോണ്ടിരിക്കുമ്പോ ഏത് തുണിയാ വെക്കണ്ടേന്ന് കൺഫ്യൂഷൻ ആയി പോയി. അതുകൊണ്ടാ നീ വരട്ടെന്ന് വെച്ച് വെയിറ്റ് ചെയ്തേ. ഒരു കാര്യം ചെയ്യാം ചേച്ചി, എന്റെ തുണികളും ചേർത്ത് നിന്റെ തുണികളും ചേർത്ത് ഒരുമിച്ച് പാക്ക് ചെയ്യാം. ആഹാ, ഇതിനെയാ കള്ളത്തരെന്ന് പറയുന്നേ. നീ വലിയ മൈസൂർ രാജാവിന്റെ മകള്, ഞാൻ നിന്റെ തോഴിയാണോ ഇങ്ങനെ ഓർഡർ ഇടാനായിട്ട്? ചുമ്മാ നിക്കാതെ എന്താ വേണ്ടെന്ന് വെച്ചാൽ എടുത്തു വെക്കും. 5 ബാഗില് തുണികളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ ഇപ്പൊ എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ? പുറപ്പെട്ടോന്നല്ല, പുറപ്പെട്ട് കഴിഞ്ഞു. എന്താ പുറപ്പെടാൻ പോവാന്നോ? അങ്ങനെയെങ്കിൽ ഞാനും ഉണ്ടോ? ഓഫ് കോഴ്സ് ഉണ്ട് ചേച്ചി. ശരി, എങ്ങോട്ടാ ഇപ്പൊ നമ്മള് പോകുന്നത്? എന്താ കാര്യം? അതൊന്നും പറയാൻ പറ്റില്ല, അത് സർപ്രൈസാ. സർപ്രൈസോ? ഒന്ന് പറയുന്നുണ്ടോ നിങ്ങള്? സോറി ചേച്ചി, ചില കാര്യങ്ങളിൽ ഫോഴ്സ് ചെയ്യാൻ നിൽക്കരുത്. നീ എത്ര ചോദിച്ചാലും ഞാനൊന്നും പറയില്ല. വീട്ടില് പൂജയുണ്ട്, അതുകൊണ്ടാ ഞാൻ എവിടേക്കാ നമ്മള് പോകുന്നതെന്ന് ചോദിക്കുന്നത്. എന്നും പൂജയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ കൂടുന്നത് പോലെ എല്ലാവരും കൂടുന്നു. അത് പുറത്തെവിടെയെങ്കിലും ആകുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മള് പോകുന്ന സ്ഥലത്തും പൂജ ചെയ്യാനായിട്ട് പറ്റുമോ? ചേച്ചി, നീ എത്രയൊക്കെ ചുറ്റി വളഞ്ഞു ചോദിച്ചാലും ഞാൻ ആ സീക്രട്ട് പറയാൻ പോകുന്നില്ല. ഹലോ, നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഡോറ് തട്ടിയിട്ട് അകത്തോട്ട് വരാവൂന്ന്? എനിക്ക് അത്രയൊന്നും പേഷ്യൻസ് ഇല്ല. താങ്ക് യു. ശരി, എന്ത് പറ്റി? ഇന്ന് നീ എന്റെ മാനം സംരക്ഷിച്ചു. അതെല്ലാം അവിടെ നിൽക്കട്ടെ, ആദ്യം കണ്ണു അടയ്ക്ക്. ഈ പെണ്ണുങ്ങള് കരയുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. സമാധാനമായിട്ടിരിക്കും. എന്നോട് ആ രംഗൻ ചേട്ടന്റെ ആൾക്കാരെല്ലാം പറഞ്ഞു. അത്തരം കാര്യങ്ങൾക്ക് ഇമോഷണൽ ആവുന്ന പെണ്ണാണോ നീ? അങ്ങനെ ഞാൻ വിചാരിച്ചേയില്ല. എന്റെ നിന്റെ വഴക്കൊക്കെ അങ്ങനെ ഇരിക്കട്ടെ, ഞാൻ പ്രശ്നത്തിലാണെന്ന് നിനക്ക് എങ്ങനെയാ മനസ്സിലായേ? അന്ന് ആ റൗഡികൾ വീട്ടിൽ വന്നപ്പോ ഞാൻ വീട്ടിലുണ്ടായിരുന്നു. എന്തുകൊണ്ടോ എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നി. അതിനെപ്പറ്റി ഞാൻ ശരിയായി അന്വേഷിച്ചപ്പോ നീ അത്രയും കാശ് വാങ്ങിയത് എനിക്ക് വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. വാങ്ങിച്ചതൊക്കെ ഇരിക്കട്ടെ, ഇപ്പൊ നീ ഇത്രയും വലിയ എമൗണ്ട് സെറ്റ് ആക്കിയില്ലേ, അതെങ്ങനെയാ? ഓട്ടോ നീ പിന്നെ വിറ്റോ? അയ്യോ പോടി, എനിക്ക് വേണ്ടി നീ വലിയ റിസ്ക് എടുത്ത് ഓട്ടോ വാങ്ങാൻ കാശ് ഒപ്പിച്ചു തന്നു. ഇനി ഞാൻ അത് മറന്നാൽ ഞാൻ ആണാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ നീ ഓട്ടോ വിറ്റില്ലേ? ഇല്ല, വിറ്റില്ല. പിന്നെ നീ എങ്ങനെയാ ഇത്രയും വലിയ എമൗണ്ട് സെറ്റിൽ ചെയ്തത്? അതൊക്കെ ഞാൻ ഒപ്പിച്ചു, വിട്ടേക്ക്. എന്ത് വിടാൻ? അങ്ങനെയൊന്നും വിടാൻ പറ്റില്ല. ഇത്രയും വലിയ എമൗണ്ട് നീ എങ്ങനെയാ സെറ്റ് ആക്കിയെന്ന് പറ. അറിയാനുള്ള അധികാരം എനിക്കുണ്ട്. പ്ലീസ് പറ. അത്യാവശ്യ സമയത്ത് സ്വർണ്ണം ഉപകരിക്കും, അത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി. സ്വർണ്ണോ? ചേട്ടൻ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോ എന്റെ കയ്യിലുണ്ടായിരുന്നത് സ്വർണത്തിന്റെ ഒരു ബ്രേസ്ലെറ്റ് മാത്രം. അന്നത് കയ്യിൽ കിടന്നത് എനിക്കിപ്പോ ഉപകാരമായി. അത് ചേട്ടൻ വാങ്ങി തന്നതാ. ആ സെന്റിമെന്റ്സ് എനിക്കുള്ളതുകൊണ്ട് അത് വളരെ കെയർഫുള്ളായി ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോ അത് ഉപകരിച്ചു, അതുകൊണ്ട് അത് ഞാൻ പണയം വെച്ചു. ഒരു കാര്യം പറയാം, അതിന്റെ മേളിലൊന്നും ചോദിക്കരുത്. നമ്മുടെ വീട്ടിലെല്ലാവരും ചേർന്ന് ഒരു ചെറിയ ട്രിപ്പ് പോകുന്നു, അത്രേ ഉള്ളൂ. അതെയോ? ശരി, നമ്മൾ ആരൊക്കെ കൂടിയാ പോകുന്നേ? അമ്മു ചേച്ചി, ആരതി ചേച്ചി ഇനി പഴയ കഥകളൊക്കെ പറയാൻ തുടങ്ങും. പാവം ഇവൾക്കൊന്നും മനസ്സിലാവില്ലാന്ന് തോന്നുന്നു. അയ്യോ, ആരൊക്കെ പോകുന്നെന്ന് എന്നോടൊന്ന് പറഞ്ഞൂടെ? കുഴപ്പമില്ല. അത് ചേച്ചി, അത് ചേച്ചി, നമ്മൾ 4 പേരും പിന്നെ കണ്ണൻചേട്ടനും വരും. ആ ചേച്ചി, അത്രേ ഉള്ളൂ. അത് ചേച്ചി, ഒത്തിരി ദിവസമായില്ലേ ഞാനൊരു ലീവ് എടുത്തിട്ട്. കണ്ണൻചേട്ടന്റെ കൈ വയ്യാതിരിക്കല്ലേ, അതുകൊണ്ടൊരു റീഫ്രഷ്മെന്റ് ആയിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ ചെയ്തതാ. അച്ഛനും അമ്മയും വരുന്നില്ലേ? ചോദിച്ചു ചേച്ചി, അവര് വരുന്നില്ല, നമ്മളോട് പോയിട്ട് വരാൻ പറഞ്ഞു. വേറെ ആരെങ്കിലും വിളിക്കണായിരുന്നോ ചേച്ചി? അങ്ങനെയൊന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ. അമ്മ ഇതിന് സമ്മതിച്ചോ? നമ്മൾ അവരെവിടെ ഇട്ടിട്ട് പോകുന്നത് ഒട്ടും ശരിയല്ല കേട്ടോ. അയ്യോ, ഞാൻ വരുന്നുണ്ടോന്ന് ചോദിച്ചു, അവര് വരുന്നില്ല എന്ന് പറഞ്ഞു. അമ്മ സമ്മതിച്ചോണ്ടല്ലേ ഈ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നേ. എനിക്ക് എന്തോ സംശയമുണ്ട്. നിക്ക്, ഞാൻ അമ്മയോടൊന്ന് ചോദിക്കട്ടെ.
അത്രയ്ക്കൊന്നും ഫീൽ ആകണ്ട. സംഭവിക്കാനുള്ളത് അങ്ങനെ സംഭവിച്ചു എന്ന് കരുതിയാ മതി. ഞാൻ ആ ബ്രേസ്ലെറ്റ് വിറ്റിട്ടൊന്നുമില്ല, പണയം വെച്ചു. കാശ് ഇന്നല്ലെങ്കിൽ നാളെ വരും. അത് വരുമ്പോ നമുക്ക് പണയം തിരിച്ചെടുക്കാം. ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട. നീ ഇങ്ങനൊന്നും ചെയ്യണ്ടായിരുന്നു ധ്രുവ. പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? കാശിന് വേണ്ടി പെൺകുട്ടികളെ ശല്യം ചെയ്ത് നോക്കിക്കണോ? അല്ലെങ്കിൽ നീ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ കാണണോ? അന്ന് നീ ആ കാശ് വാങ്ങിയത് എനിക്ക് വേണ്ടി തന്നെയല്ലേ? അങ്ങനെയുള്ളപ്പോ ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? അതങ്ങനെയല്ല ധ്രുവ. കാശ് കൊടുക്കാൻ വേണ്ടി അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അതുമല്ല, ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് അത് തീർക്കുമായിരുന്നു. പക്ഷെ നീ പണയം വെച്ചത് നിന്റെ ജീവനായി കരുതുന്ന വേദന്തേട്ടൻ തന്ന കാര്യമോ. അത് തിരിച്ചെടുക്കാൻ പറ്റാതെ പോയാ എന്താവൂന്ന് പറ. അയ്യോ പൊട്ടി, എന്റെ ചേട്ടൻ ദാ ഇവിടെയുണ്ട്. അത്രയ്ക്കും ഒരു വസ്തുവും ഒരു വ്യക്തിയേക്കാൾ വലുതല്ല എന്ന് പറഞ്ഞു വന്നത് ചേട്ടനാ. അവന്റെ പോളിസി ഞാൻ ഇന്ന് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നു. നിനക്ക് അതിനോട് ഇത്രയും സെന്റിമെന്റ്സ് ഉണ്ടായിരുന്നല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് അത് വിൽക്കാഞ്ഞത്. റൗഡികൾ വീട്ടിൽ വന്നത് മനസ്സിലായതുകൊണ്ട് കാശ് അറേഞ്ച് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടി. ബട്ട് എനിക്ക് വേറെ ഓപ്ഷൻ കിട്ടിയില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്ത. നീ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ധ്രുവ. എവിടെ നിന്നോ വന്നവന് ഈ വീട്ടിൽ താമസിക്കാൻ ഒരിടം തന്നു. ഈ വീട്ടിൽ ഒരാളെ പോലെ കണ്ടു. ഇപ്പൊ ജോലിയൊന്നും ഇല്ലാതിരുന്നപ്പോഴും നീ ഒരു പെണ്ണായിട്ട് പോലും ഇത്രയും റിസ്ക് എടുത്ത് എന്നെ സഹായിച്ചു. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ചെയ്തതൊന്നും ഒന്നുമല്ല അതിഥി. കൂടുതൽ ചിന്തിക്കണ്ട. എനിക്ക് ആരോടെങ്കിലും അധികം സെന്റിമെന്റ്സ് ഉണ്ടെങ്കിൽ ലോകം തലകീഴ് മറിഞ്ഞാലും അവരെ ഞാൻ ഒരിക്കലും അകറ്റി നിർത്തില്ല. എത്രയും പെട്ടെന്ന് ഞാനത് തിരിച്ചെടുത്തോളാം. ഞാനാണെങ്കിൽ എനിക്ക് മാത്രമേ നിന്നോട് ഫീലിങ്സ് ഉണ്ടെന്നാ വിചാരിച്ചെ. പക്ഷെ നീയാണെങ്കിൽ ഇപ്പോ നിനക്കും എന്നോട് അതേ ഫീലിങ്സ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു ധ്രുവ. പക്ഷെ നിന്നോട് ശരിയായിട്ട് താങ്ക്സ് പോലും പറയാൻ പറ്റില്ലല്ലോ എന്ന് എനിക്ക് നല്ല സങ്കടമുണ്ട്. എന്ന് പറഞ്ഞിട്ട് അത് സമ്മതിച്ചില്ല എന്ന് കേട്ടു. ഇനീഷ്യലി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിച്ച. അതുകൊണ്ടാണ് ഞാൻ എൻറ്റയർ എമൗണ്ട് ഒറ്റയടിക്ക് ക്ലിയർ ചെയ്യാൻ പറഞ്ഞേ. അതെന്തായാലും നന്നായി മോനെ. ഇപ്പൊ കോവിഡ് ഉള്ളതുകൊണ്ട് ബുക്ക് ചെയ്തവരും വരാത്തൊരവസ്ഥ വന്നാ ബിസിനസ് ലോസ് ആവുമെന്ന് തോന്നിയിട്ടായിരിക്കും ഒരു പക്ഷെ അങ്ങനെ ചെയ്യുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതേപോലെ തന്നെ സംഭവിച്ചു. ആ അച്ഛാ, അവരും അങ്ങനെ തന്നെയാ പറഞ്ഞത്. അത് ശരിയാ വേദാന്ത്. പക്ഷെ നമുക്കിവിടെ പൂജയുണ്ടല്ലോ. അമ്മ ഇനിയിപ്പോ എന്ത് പറയൂ എന്തോ. ആവശ്യമില്ലാത്തൊക്കെ പറയാൻ നിന്നാ വലിയ കഷ്ടമാണ്. ആക്ച്വലി എനിക്ക് അതേ ഡൗട്ട് ഉണ്ടായിരുന്നു അമ്മായി. പക്ഷെ ആദ്യം ആ മുത്തശ്ശിയോട് സംസാരിച്ചിട്ടുണ്ടെന്ന്. സംസാരിച്ചിട്ട് എന്താ കാര്യം? അമ്മ ആദ്യക്ക് ക്ലാസ് എടുത്ത് അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് നന്നായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടാവും. ഇല്ല അമ്മായി, ഫോർച്ചുനേറ്റ്ലി അങ്ങനെയൊന്നും സംഭവിച്ചില്ല. നിങ്ങളെല്ലാവരും എവിടേക്കും ഒരുമിച്ച് ലീവ് എടുത്ത് പോകരുതെന്ന് പറയുന്ന മുത്തശ്ശിപ്പ് അത് സമ്മതിച്ചിരിക്കുക. ഇവരിത്രയൊക്കെ സംസാരിച്ചിട്ടും വിക്കി എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഇരിക്കുന്ന ഇരിപ്പില് ഫാം ഹൗസിലേക്ക് പോണോന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. അയ്യോ, ഇനിയൊരു പക്ഷേ വിക്കിയും ആരതിയും ഒരുമിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടാവോ? വേദാന്തേ, അവിടെ എന്തെല്ലാം സൗകര്യങ്ങളുണ്ടെന്ന് അന്വേഷിച്ചായിരുന്നോ? അതല്ല, അവിടെ പോകുന്നവർ നോക്കിക്കൊള്ളും. നിങ്ങൾ പോകുന്നില്ലല്ലോ അല്ലേ? പിന്നെന്തിനാ നിങ്ങൾ ടെൻഷൻ ആവുന്നേ? ചോദിക്കുന്നതിൽ എന്താ തെറ്റ്? ചോദിച്ചു, അത്രേ ഉള്ളൂ. സിദ്ധാർത്ഥ്, ആരൊക്കെ പോകുന്നുണ്ട്? ഞങ്ങള് 4 പേരും അമ്മേ. എന്താ സുഹാസിനി, നീയും പോകുന്നുണ്ടോ? നീ പോകുന്നുണ്ടെങ്കിൽ പറ, ഞാനും കൂടെ വന്നേക്കാം. നമ്മളൊരു ജോളി ട്രിപ്പ് പോയിട്ട് എത്ര വർഷങ്ങളായി. ഞാൻ എങ്ങും പോകുന്നില്ല, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. അമൂല്യം ഞങ്ങളുടെ കൂടെ വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷെ ഞാൻ നാളെ അവളെ ഇങ്ങോട്ട് ക്ഷണിച്ചാ ഞങ്ങൾക്കിടയിൽ എന്തോ ഉണ്ടെന്നുള്ള ആദ്യയുടെ സംശയം ബലപ്പെടും. അതുകൊണ്ട് ഇപ്പൊ മിണ്ടാതിരിക്കുന്നത് നല്ലത്.
ഈ ട്രിപ്പിന്റെ കാര്യം അറിയുമ്പോ എന്റെ ഭാര്യ ആയിരിക്കും ഏറ്റവും എക്സൈറ്റഡ് ആവുന്നത്. ഈ കാര്യം അവളറിഞ്ഞ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇപ്പൊ തന്നെ റെഡി ആയി കഴിഞ്ഞു കാണും. നീ ഭാഗ്യം ചെയ്തവനാടാ. എത്ര നല്ല ഭാര്യ നിനക്ക് കിട്ടിയേ. എന്നാൽ എന്റെ അവസ്ഥയൊന്നും നോക്കി. വാടി പോകാന്ന് പറഞ്ഞാൽ പോലും എന്റെ ഭാര്യ വരില്ല. എല്ലാത്തിനും ഒരു ഭാഗ്യം വേണം സിദ്ധാർത്ഥയെ. കണ്ണൻ നിങ്ങളുടെ കൂടെ വരുന്നത് ഒരു കണക്കിന് നല്ലതാ. എന്നാ നിങ്ങളാരും എങ്ങോട്ടാ പോണേന്ന് പറഞ്ഞില്ലല്ലോ. അങ്കിൾ, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാനുണ്ടല്ലോ, ധൈര്യമായിട്ടിരിക്കും. അമ്മ അച്ഛ പോയിട്ട് വരാവേ. നിങ്ങൾ എല്ലാരും സന്തോഷമായിട്ടിരിക്കും. നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കും. ബൈ അമ്മ, ടേക്ക് കെയർ. ഏയ് നിക്കേ, നിങ്ങൾ രണ്ടുപേരും അവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കണം കേട്ടോ. അവിടെ ഇവിടെയും പറയാതെ പോകുന്നതും വഴക്കുണ്ടാക്കുകയൊന്നും ചെയ്യരുത്. ചേച്ചിമാർ എന്ത് പറയുന്നോ അത് കേൾക്കണം. ഒന്ന് പോയമ്മേ, ചെറിയ പിള്ളേരോട് പറയുന്ന പോലെ പറയണ്ട. അങ്ങനൊന്നും നടക്കാൻ പോകുന്നില്ല. ഞങ്ങൾ അങ്ങനെ വെറുതെ ഒന്നും വഴക്കുണ്ടാക്കിയിട്ടേ ഇല്ല. അതെ, അങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ദേ ഇവളോട് ചെന്ന് പറ. ഈ മരക്കഴുതിയാ ഞങ്ങളോട് എപ്പോഴും വഴക്കുണ്ടാക്കാൻ വരുന്നേ. നോക്ക് നോക്ക്, നീ ഇപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞു. ഇതൊന്നും അവിടെ ചെയ്യരുതെന്നാ ഞാൻ പറഞ്ഞത്. പിന്നല്ലാതെ ഈ മരക്കഴുതി എന്നെ വഴക്ക് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യണ്ടേ? ഏയ്, നീ അതിന് മൂത്ത കുട്ടിയല്ലേ. അവൾ എന്തെങ്കിലും ചെയ്താ നീ അങ്ങ് സഹിച്ചേക്കണം. നീയും കുസൃതി കാണിച്ചപ്പോഴൊക്കെ നിന്റെ ചേച്ചിമാര് സഹിച്ചില്ലേ, അതുപോലെ തന്നെ. എന്റെ തല കണ്ടപ്പോ തൊട്ട് ആര് വഴക്കുണ്ടാക്കിയാലും എന്നെയാ വഴക്ക് പറയുന്നത്. അവരൊന്നും പറയില്ല. അമ്മോ, ഇവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ തന്നെ ഇവരെ രണ്ടുപേരെ നോക്കിക്കോ. എന്റെ കയ്യിലേ ഇവരെ മേയ്ക്കാൻ യാതൊരു രക്ഷയില്ല. അമ്മേ, പിള്ളേരോട് പറയുന്ന പോലെ എന്തിനാ പറയുന്നേ? ഇതിലങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല.